ഹായ് മക്കളെ, എൻ്റെ എല്ലാ മക്കൾക്കും എജ്യൂപോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായി നിങ്ങളുടെ പഠിത്തം കാര്യങ്ങളൊക്കെ? ഓണത്തിന് എക്സാം ഇത് എത്താറായല്ലേ? എല്ലാ മക്കളും പഠിത്തത്തിലും മറ്റുമൊക്കെ ആണെന്നറിയാം അല്ലേ? നിങ്ങൾ സീനിയേഴ്സ് ആയല്ലേ? +2 എത്തിയില്ലേ? ജൂനിയേഴ്സിനൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്തോ? എങ്ങനെയൊക്കെയുണ്ട് നിങ്ങളുടെ ജൂനിയേഴ്സും? ഒന്നൊന്ന് ഷെയർ ചെയ്യൂട്ടോ. നിങ്ങളുടെ ഒന്ന് ഒരു കുശലാന്വേഷണം ചോദിക്കല്ലടാ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ? ഇതെപ്പോഴാണ് കാണുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ചിലപ്പോൾ നിങ്ങൾ രാത്രി കാണാം, ചിലപ്പോൾ രാവിലെ കാണാം. അപ്പം എങ്ങനെയായാലും അപ്പോൾ ഓക്കെ മക്കളെ, നമ്മുടെ ഓണത്തിന് എക്സാം എത്താറായി. ഒരുപാട് കുട്ടികൾ എപ്പോഴും ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ മിസ്സിന് വരുന്നുണ്ട്. കാരണം പഠിച്ചിട്ട് അങ്ങ് എത്തുന്നില്ല മിസ്സേ, കാരണം പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. ഒരുപാട് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓണത്തിൻ്റെ ഒരു +1 നിങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ എപ്പോഴും എജ്യൂപോർട്ടുണ്ട്, പിന്നെ ഞാനും ഉണ്ട്, ഹരിത മിസ്സും ഉണ്ട് കേട്ടോ. എൻ്റെ പേര് അറിയടാ? എൻ്റെ പേര് അറിയോ നിങ്ങൾക്ക്? എൻ്റെ പേര് ഹരിത എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയടാ? എത്ര പേർക്ക് അറിയടാ എൻ്റെ പേര് ഹരിത എന്നാണെന്ന്? നമ്മൾ കണ്ടുമുട്ടിയല്ലടാ, +1 കുറേ നമ്മൾ പഠിച്ചല്ലടാ. എൻ്റെ മക്കൾക്കൊക്കെ എത്ര പേർക്ക് +1 A+ കിട്ടി അല്ലെങ്കിൽ A കിട്ടി? നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യടാ. എത്ര കുട്ടികൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് മിസ്സിനൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിച്ചേ. എല്ലാവർക്കും നന്നായിട്ട് എഴുതിയോ? ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ മീറ്റ് ചെയ്തതല്ലേ? നമ്മൾ കഴിഞ്ഞ വർഷം നന്നായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങൾ എക്സാമിന് പോയവരല്ലേ? നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ? എന്നുണ്ടെങ്കിലും എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ, മറക്കരുത് കേട്ടോ. മിസ്സ് കമൻറ്റ് നോക്കും, മിസ്സ് റിപ്ലൈ തരും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എന്താണ്, ഫസ്റ്റ് തന്നെ വന്നു അല്ലേ, മാതൃഭൂമി. യെസ്, നമ്മുടെ ഓണത്തിൻ്റെ ചാപ്റ്റേഴ്സ് എന്തൊക്കെയുണ്ടെന്നൊക്കെ നമ്മൾ പറയണ്ടായി അല്ലേ? നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ കാണാത്തവരെങ്കിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം എന്താ ഇവിടെ ഇത് ഓണത്തിൻ്റെ ചാപ്റ്റേഴ്സിൻ്റെ മാത്രം എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത്. ബാക്കി നമ്മൾ ലൈവിന് സെറ്റ് ആക്കുകയാണ്. ലൈവിന് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ അപ്പോൾ ചർച്ച ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ നോക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ്, ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള കാര്യമാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ മാതൃഭൂമി നീലാംബർ പരിധാൻ ഹരിത തട്ട് പർ സുന്ദർ ഹേ, സൂര്യ ചന്ദ്രയുഗ് മുക്കുട് മേഖല രത്നാകർ ഹേ അല്ലേ? അപ്പോൾ ആ ഒരു അത്രയും സുന്ദരമായിട്ടുള്ള രാഷ്ട്രപ്രേം ഭരേ കവിത ആരുടെയാണെടാ? നമുക്കറിയാടാ, മൈഥിലി ശരൺ ഗുപ്തജീൻ്റെയാണ്. ഒരു കവിതയാണെന്നൊക്കെ കാര്യം എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ? അപ്പോൾ മൈഥിലി ശരൺ ഗുപ്തജിയുടെ മാതൃഭൂമി കവിതയാണടാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, മൈഥിലി ശരൺ ഗുപ്തജിക്ക് കവിത ഹേ മാതൃഭൂമി. എന്താണ് അതിൽ പറയുന്നത് മക്കളെ? നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കി പോകേണ്ട കാര്യമാണ്. ഇത് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കാം. ഇത്രയും നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്കിത് സുഖമായി, സരളമായി, ലളിതമായി ഒക്കെ മനസ്സിലാക്കാം. ഇവിടെ മാതൃഭൂമിയിൽ നമ്മുടെ മാതൃഭൂമിയെ വർണ്ണിക്കുകയാണ് രാഷ്ട്രകവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജി. അതിൽ പറയുന്നുണ്ട് നീലാംബർ പരിധാൻ ഹേ. പരിധാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്, നീലാംബർ പരിധാൻ. അപ്പോൾ വസ്ത്രം എന്താണ് മാതൃഭൂമിയുടെ? മാതൃഭൂമിക്ക് പരിധാൻ ക്യാ ഹേ എന്ന് ചോദിച്ചാൽ നീലേ രംഗ് കാ ആകാശ, നീലാകാശമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാതൃഭൂമിയുടെ മുകുട് കിരീടം എന്താന്ന് ചോദിച്ചാൽ സൂര്യ ഓർ ചന്ദ്ര ഹേ, സൂര്യചന്ദ്രന്മാരാണ്. മേഖല കർദ്ധനി അരഞ്ഞാണം എന്താണെന്ന് ചോദിച്ചാൽ രത്നാകർ സമുദ്രമാണ്. ഇനി പ്രേമം പൊഴിച്ചുകൊണ്ടൊഴുകുന്ന ആരുടെ? നദികളാണ്. ഇനി ആഭൂഷൺ അലങ്കാരം എന്താണടാ നമ്മുടെ മാതൃഭൂമിയുടെ? ഫൂലവൃത്താരെയാണ്, പൂക്കളും നക്ഷത്രങ്ങളുമാണ്. ബന്ദിജൻ ആരാടാ വന്ദിച്ചുകൊണ്ടൊക്കെ കടന്നു പോകുന്നത്? പക്ഷിക്കൂട്ടങ്ങളാടാ, പക്ഷിഗൺ. സിംഹാസനം ഏതാണ്? സിംഹാസനത്തിൽ നമ്മളെ മാതൃഭൂമി വിരാജിക്കുന്നത്? ശേഷഫൺ. ഇത്രയും മക്കളെ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുക. കണ്ടോ, അത് 2022 ഡിസംബറിൽ ആ ഒരു എക്സാമിന് ചോദിച്ചതാണ്. മാതൃഭൂമിക്ക് ആഭൂഷൺ ക്യാ ഹേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ
കവിതാക്കി വ്യാഖ്യായ ആസ്വാദൻ ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞിട്ട് നോക്കാം. നമുക്കറിയാടാ, ആസ്വാദനക്കുറിപ്പ് നമ്മൾ പഠിച്ചല്ലടാ പ്ലസ് വണ്ണിൽ ഏത് കവിതയായിരുന്നടാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? പ്ലസ് വണ്ണിലെ ഏത് കവിത നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മൾ പഠിച്ച മധുരത് ഓർമ്മ ഉണ്ടടാ, പത്രക്കി ബെഞ്ച് ഓർമ്മ ഉണ്ടടാ, കഹനാനഹി ആത്ത ഓർമ്മ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലടാ. പ്ലസ് വണ്ണിലോട്ട് പോയില്ലേ ഇപ്പം നമ്മൾ? ഓക്കെ. അപ്പോഴൊക്കെ മനസ്സ് പറഞ്ഞു വരാൻ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ്, ആസ്വാദന ടിപ്പണിൻ്റെ കാര്യം പറയാനാണ്. നമ്മൾ പഠിച്ചല്ലടാ ആസ്വാദന ടിപ്പണി കഴിഞ്ഞ വർഷം. അത് തന്നെയാണ് ഇവിടെ കവിത ഉണ്ടോ അവിടെ ആസ്വാദന ടിപ്പണി മസ്റ്റാ. मातृभूमि मैथिली शरण गुप्त जी की सुंदर कविता है. इसमें कवि ने मातृभूमि का गुणगान किया है. ഇതിൽ കവി മാതൃഭൂമിയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. എന്താടാ ഇതിൽ പറയുന്നത്? മാതൃഭൂമിക്ക് ഹരിത തട്ടുപ്പർ നീലാകാശ് റുബി വസ്ത്ര സുന്ദർ രഗ്രഹ ഹെ. മാതൃഭൂമിയുടെ പച്ചയായ തീരത്ത് പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെ കാണുന്നുണ്ടടാ? പച്ചയായ തീരം കാണുന്നുണ്ട്, നീലാകാശം കാണുന്നുണ്ട്, നദികൾ ഒഴുകുന്നു, സമുദ്രങ്ങളതാ കാണുന്നു, പക്ഷിക്കൂട്ടങ്ങളതാ കാണുന്നു, പൂക്കളതാ കാണുന്നു, നക്ഷത്രങ്ങളതാ കാണുന്നു, അല്ലെ? സൂര്യനും ചന്ദ്രന്മാരും എല്ലാവരെയും കാണുന്നുണ്ട് ഇല്ലേ? അതാ പറയുന്നത്, നീലാകാശമാകുന്ന പച്ചയായ തീരത്ത് നീലാകാശമാകുന്ന സുന്ദരമായ വസ്ത്രമാണ്. സൂര്യചന്ദ്രമാർ ഇസ്കെ മുകുട് കെ റൂപ് മേ ശോഭിത ഹൈ. സൂര്യചന്ദ്രന്മാരാണ് കിരീടം. സമുദ്ര ഇസ്കി കർദനി. സമുദ്രം ഇതിൻ്റെ അരഞ്ഞാണമാണ്, അല്ലെങ്കിൽ കർദനിയുടെ ഒരു സമാനാർത്ഥിയാണ് മേഖല. നദിയാ മാതൃഭൂമിക്ക് പ്രവാഹ. നദികളാണ് മാതൃഭൂമിയെ പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹമാണ്. ഫൂലോ താരേ ഇസ്കെ ആഭൂഷൺ ഹൈ. പൂക്കളും നക്ഷത്രങ്ങളും അലങ്കാരമാണ്. പക്ഷിയോ കാ സമൂഹ ഇസ്കാ ഗുൺഗാൻ കർത്താ ഹൈ. പക്ഷിക്കൂട്ടങ്ങളെ ഇവരെ വന്ദിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഹമാരി മാതൃഭൂമി ശേഷ്നാഗ് കെ ഫണ്ടോബി സിംഹാസൻ പർ വിരാജ്മാൻ ഹൈ. നമ്മുടെ മാതൃഭൂമിയിലെ ആ ഒരു ശേഷഫണത്തിന് സിംഹാസനത്തിലാണ് വിരാജിക്കുന്നത്. ബാദലിസ്ക അഭിഷേക് കർത്ത ഹെ. മേഘങ്ങളാണെങ്കിലും അത് മഴയായി പെയ്യുന്നു, അഭിഷേകം ചെയ്യുന്നു. ഹേ മാതൃഭൂമി ഈശ്വർക്ക് സാക്കാർ റൂപ് ജൈസി ഹെ. ഈശ്വരൻ്റെ ഒരു അവതാരം തന്നെയാണ്, ഒരു മൂർത്തി തന്നെയാണ് നമ്മുടെ മാതൃഭൂമി. കവി അപ്പന സബ് കുച്ച് ഇസ് പർ ബലിദാൻ കർത്തെ. കവി എന്താ ചെയ്യുന്നത്? എല്ലാതും ബലി അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. തന്നെ ദാ മാതൃഭൂമിക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. മക്കളെ, ഇനി നിങ്ങൾ നോക്കി നിങ്ങൾ ഇത്രയും കാര്യങ്ങളില്ലടാ. നമ്മുടെ ഇത്രയും കാര്യങ്ങൾ മാതൃഭൂമിയുടെ രൂപ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ്. 2 മാർക്കിന് ചോദിക്കാൻ എങ്ങനെയാണ് മാതൃഭൂമിയുടെ വർണ്ണന എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ ചെയ്യാം. മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ഇനി അതിൽ തന്നെ പിന്നെയും പറയണ മക്കളെ, ഈ ഒരു കവിത മുഴുവനായിട്ട് നിങ്ങൾക്ക് തരില്ല. ഏതെങ്കിലും ഒരു ഭാഗം ഫസ്റ്റ്, ഒന്നില്ലെങ്കിൽ മാതൃഭൂമിയുടെ വർണ്ണനയാവും തരിക, അല്ലെങ്കിൽ കവിയുടെ ബച്ചുപ്പന് കുട്ടിക്കാലത്തുമായി ബന്ധപ്പെട്ടാവും തരിക കേട്ടാ. അപ്പം അങ്ങനെ എങ്ങനെയാണ് തരിക? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ തരിക അതിനനുസരിച്ച് എഴുതുക. ഇനിയിപ്പോൾ ഇത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. കവിയുടെ ബച്ചുപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. മാതൃഭൂമിക്ക് മിട്ടി സേ കവി കാ ബച്ചുപ്പൻ ഗഹ്റാ ജുടാ ഹൈ. മാതൃഭൂമിയുടെ ഈ കുട്ടിക്കാലത്തില്ലേ, ആ ഒരു കുട്ടിക്കാലം ഈ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലം മാതൃഭൂമിയുടെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം എന്താടാ? നമ്മൾ ഈ കളിച്ച് വളർന്നതും ചാടി തിമിർത്തതൊക്കെ ഈ മാതൃഭൂമിയുടെ ഈ മണ്ണിൽ നിന്ന് തന്നെയല്ലടാ. നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ ഓടാനും ചാടാനും വലിയ വ്യക്തിയായിട്ട് നിൽക്കാനാണ് നമ്മൾ പഠിച്ചത്? അല്ല, നമ്മളിവിടെ കളിച്ചും ചിരിച്ചും ആടി തിമിർത്തൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. നമ്മൾ എങ്ങനെ? കവി പറയാണ്, കവി कहते हैं कि मातृभूमि की मिट्टी में लोट कर वे बड़े हुए हैं. കൈ മാതൃഭൂമിയുടെ ഈ മണ്ണിൽ ലോട്ടിലോട്ട് ഉരുണ്ടുരുണ്ട് നമ്മൾ വലുതാവാൻ പഠിച്ചു അല്ലേ? മാത്രമല്ല ഗുട്ടനോക്കെ പോലെ per സരക്ക് ഗർഗഡ ഹോന സീക്ക. കാൽമുട്ടിന് ബലത്തിലുള്ള കുഞ്ഞു കുട്ടികളെ കടന്ന് നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മളും അങ്ങനെയാണ്. നമുക്ക് കാണാൻ സാധിക്കില്ല, അതൊക്കെ ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ചെറിയ കുട്ടികളെ കാണുന്നു ഈ കാൽമുട്ടിൻ്റെ കാൽമുട്ടിലൊക്കെ ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് പോകണില്ലടാ. ഏതിലൂടെയാണ് എഴയുന്നത്? വായു കൂടിയാണോ എഴയുന്നത്? അല്ല, ഈ മണ്ണിലൂടെയാണടാ. परहंस के समान उन्होंने बचपन में सब सुख और आनंद पाए और धूल भरे हीरे कहलाए. ശ്രീരാമകൃഷ്ണ പരമഹംസന് പണ്ട് ഒരു ആധ്യാത്മികമായ അനുഭൂതി കിട്ടിയെന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു കൊക്കിൻ്റെ നിര അങ്ങനെ പോകുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് ബോധം കിട്ടുപോയി. 6ാമത്തെ വയസ്സിലാട്ടാ. ആ ബോധത്തിൽ നിന്ന് ബോധം വന്നപ്പോൾ എന്താ ഒരു എന്തെന്നില്ലാത്തൊരു ആധ്യാത്മിക അനുഭൂതി, അപരിമിത ഖുഷി ഒരു ആനന്ദമില്ലയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസന് കിട്ടിയ ഒരു അനുഭൂതിയും സന്തോഷമില്ലേ?
നമുക്കും കിട്ടി. എവിടെ നിന്ന് ജീവിച്ചിട്ട്? ഈ മാതൃഭൂമിയുടെ മണ്ണിൽ ജീവിച്ചിട്ട് എന്നാണ് പറയുന്നത്. മാതൃഭൂമിക്ക് പ്യാരി ഗോദുമേ ഖുശി കെ സാദ് ഖേദ് ഖേൽനെ കാ കൂദനെ കാ സൗഭാഗ്യ ഉനേ മിലാ. മാതൃഭൂമി കോ ദേഖർ ഉൻകാ ഉസ്കാ മൻ എന്താ പറയുന്നത്? ആനന്ദ് മേ ഡൂബ് ഹോ ജാതാ ഹൈ. ഇത്രയും ഈ മാതൃഭൂമി നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നു. ആ മാതൃഭൂമിയെ കണ്ടിട്ട് എന്തുകൊണ്ട് നമുക്ക് സന്തോഷത്തിൽ മുഴുകിക്കൂടാ? കാരണം അമ്മയാണത്. എടാ, ഈ മാതൃഭൂമിയെ അമ്മയായും കണക്കാക്കാം. അമ്മ നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നടാ. ആ അമ്മ മാത്രമല്ല, അച്ഛനും അല്ലേ അമ്മയും അച്ഛനും ഈക്വലാണ്. അപ്പം അത്രയും അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെയാണ് കവിയോടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കവിയുടെ ബച്ചുപ്പനുമായി കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 2 മാർക്കിന് നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. പിന്നെ എന്താണ് പറയുന്നത്? കവി कहता है कि മാതൃഭൂമി से हमने सभी सुखों का अनुभव किया है. മാതൃഭൂമിയിൽ നിന്ന് എല്ലാ സുഖങ്ങളും നമ്മൾ അനുഭവിച്ചു. क्या हम इसके प्रत्युपकार कर पाएंगे? എന്താ നമുക്കിതിന് പ്രത്യുപകാരം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഹമാരാ ശരീർ മാതൃഭൂമിക്ക് മിട്ടി സെ ബനാ ഹൈ. നമ്മുടെ ശരീരം മാതൃഭൂമിയുടെയും മിട്ടിൽ നിന്നും മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതാണ് നമ്മുടെ ശരീരം. മണ്ണിൽ നിന്ന് നമ്മൾ വന്നു, മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. इसका अन्न और जल से प्राप्त करके हम बड़े हुए हैं. इसका प्रत्युपकार कर पाना मुश्किल है. ഈ പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നുള്ള മാതൃഭൂമിയിൽ നിന്നുള്ള അന്നവും ജലവും എല്ലാം ലഭിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയത്. ഇതിനൊക്കെ പ്രത്യുപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ മുഷ്കിലായ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോദിച്ചൂടെ, നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന പ്രത്യുപകാരം ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേടാ? ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ. അത്രയും അവരെന്താ ചോര നീരാക്കി എന്ന് പറഞ്ഞ പോലെയാണ് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രത്യുപകാരം ചെയ്യുക? ഒന്നും വേണ്ട. നിങ്ങൾ അവർക്ക് അവർക്ക് ആവതില്ലാത്ത കാലം, അതായത് അവർക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമല്ലേ, ആരെങ്കിലും ഒന്ന് താങ്ങിയിട്ട് അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്ന ആ ഒരു കാലല്ലേ, ആ സമയത്ത് നിങ്ങളൊന്ന് താങ്ങ് കൊടുത്താൽ മതിയടാ, നിങ്ങളൊന്നൊരു സപ്പോർട്ട് കൊടുത്താൽ മതിയടാ. അത് മതി നിങ്ങൾക്ക് പ്രത്യുപകാരം. അത് മതി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റാവാൻ. അത് മതി. അവരുടെ ആ ഒരു അനുഗ്രഹവും എല്ലാം അത് മതി. അപ്പം നിങ്ങൾ പോയി ഒന്ന് സഹായിക്കുക അവരെ. അപ്പം നിങ്ങൾ പോയി എല്ലാതും എന്താണോ നമ്മളാക്കിയതാണ് അവരാണ് അല്ലേ. അപ്പം അവർ വയ്യാതിരിക്കുമ്പോൾ നമ്മൾ പോയി സഹായിക്കുക. അതാണ് നമുക്ക് പ്രത്യുപകാരമായി ചെയ്യാൻ സാധിക്കുക അല്ലേ. അപ്പം അതാണ് കവിയുടെ പറയുന്നുള്ളൂ മാതൃഭൂമിയെ കുറിച്ചിട്ടാ. കവി कहते हैं कि जब मेरी मृत्यु होगी तब ये मातृभूमि की मिट्टी में मिल जाएंगी. നമ്മളിനി മരണം വരിക്കുമ്പോൾ അപ്പോഴും എങ്ങോട്ടായിരിക്കും? നമ്മുടെ മണ്ണിലേക്ക് തന്നെയായിരിക്കും പോവുക. ശരിക്കും പറഞ്ഞാൽ സുന്ദർ പദാവലി സെ ബനി കവിത സാഹിത്യ ദൃഷ്ടി സെ ബഹുത് അച്ഛാ ഹൈ. സുന്ദരമായ പദാവലി കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു കവിത സാഹിത്യ ദൃഷ്ടി നോക്കുകയാണെങ്കിൽ വളരെയധികം അടിപൊളി കവിതയാണ്. അച്ഛി കവിത ഹൈ. രാഷ്ട്ര പ്രേം ഭരി കവിത ഹൈ അല്ലേ. രാഷ്ട്രീയ ഗുൺഗാൻ കരനെ വാലി കവിത ഹൈ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ല? ഡൗട്ട് ഉണ്ടോടാ? ഒന്നുമില്ലടാ. നമ്മളെ തന്നെ ചെയ്യും. നമ്മൾ മാതൃഭൂമിയിൽ ജീവിക്കുന്നു, മാതൃഭൂമി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഇതിന് പ്രത്യുപകാരം ചെയ്യാൻ നമുക്കൊണ്ട് സാധിക്കുമോ എന്ന് കവി ചോദിക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററായ ബേട്ടി കെ നാം എന്ന് പറഞ്ഞിട്ട് ബഹദൂർ ഷാ സഫർജിയുടെ ജവാബി പത്രമാണ്. കോനെ ബഹദൂർ ഷാ സഫർജി ബച്ചോ? ആരാണ് ബഹദൂർ ഷാ സഫർജി? അന്തിം മുഗൾ ശാസക് ഹെ. അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. ഉസ്നെ അപ്പനെ ബേട്ടി കെ ലിയെ അപ്പനെ ബേട്ടി കാ നാം ക്യാ ഹെ? കുൽസും ജമാനി ബീഗം. ഓർമ്മയുണ്ടോ? അവർക്ക് വേണ്ടി എഴുതി എന്ത്? ജവാബി പത്ര ഹെ ബേട്ടി കെ നാം. ബേട്ടി കെ നാം കിസ് വിധാ കി രചന ഹെ? ജവാബി പത്ര ഹെ. അതൊരു ജവാബി പത്രാണ്. നോക്കിയേ, ബഹദൂർ ഷാ സഫർ റംഗൂൺ കെ ജയിൽ മേ ഹെ. മക്കളെ ഇത് ഓർത്ത് വെക്കുക. ബഹദൂർ ഷാ സഫർജി രംഗൂണിലെ ജയിലിലാണ്. ഓർമ്മ ഉണ്ടല്ലോ? യെസ്. ജയിൽ മേ ബേട്ടി കാ ഖത്ത് മിൽത്താ ഹെ. ജയിലിൽ തൻ്റെ മകളുടെ കത്ത് കിട്ടുന്നു. ബേട്ടിനെ കത്ത് പടുക്കൽ സുനായ. മകനാണെങ്കിലും അത് വായിപ്പിച്ച് കളിപ്പിച്ചു കൊടുക്കുന്നു അല്ലെ. കത്ത് വായിപ്പിച്ച് കളിപ്പിച്ചു കൊടുക്കുന്നു. ബേട്ടി ദ്വാരാ ജവാബി പത്ര ലഗ്വായ. തൻ്റെ മകനും ഉണ്ട്. ആരുടെ കൂടെ? നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ കൂടെ. ബഹദൂർ ഷാ സഫർജിയുടെ കത്ത് വായിക്കുന്ന ആരാണ്? വായിക്കുന്നതും അതേപോലെ ജവാബി പത്ര തൻ്റെ മകൾക്ക് എഴുതുന്നതും ബേട്ടയാണ്. जेल में रहने पर भी दिल में देशवासियों और परिवार से प्यार और लगाव है. ജയിലിലായിരുന്നിട്ടും തൻ്റെ കുടുംബത്തിനോടും തൻ്റെ നാട്ടുകാരോടും ഒക്കെ ആ ഒരു ശാസന, ഭരണകർത്താവിൻ്റെ ചക്രവർത്തിയുടെ ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
പരിവാർ സെ ദൂർ रहने के कारण ബാദ്ഷാ बहुत दुखी है. തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ആ കാരണം വളരെയധികം ദുഃഖിതനാണ് ആര്, ബഹദൂർ ഷാ സഫർജി. एक बार ईद के अवसर पर कुछ मुसलमान लोग तोहफे लेकर उनसे मिलने के लिए जेल में आया. ഒരിക്കൽ ഈദിൻ്റെ അവസരത്തിൽ കുറച്ച് മുസ്ലിംസ് എന്ത് ചെയ്തു, ഇവരെ കാണാൻ വേണ്ടി വന്നപ്പോൾ എങ്ങനെ കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. ഉസ്കെ എവസ് में അതിന് പകരമായി ബാദ്ഷാ എന്താ നൽകിയത്, ഉന്നെ രത്നോ കായക്ക് ഹാർദിയ, അവർക്കൊരു രത്നത്തിൻ്റെ ഒരു മാല നൽകി. ഇസ്കെ കാരണം കൈദിയോ കാ ഘർ ഷാദാ കർ ദിയാ ഗയാ. ഓ, ഇവരുടെ അടുത്തൊക്കെ ഒരുപാട് സ്വർണം ഇതൊക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു കൈദിയവും തടവറയിലായിരുന്നവരുടെ ചിലവ് വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. ലക്കടി കി ബനെ एक पुराने मकान में बादशाह को उठाला है. ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പഴയ കെട്ടിടത്തിലാണ് ആര് താമസിച്ചിരിക്കുന്നത്, രംഗൂണിൽ നമ്മുടെ ബഹദൂർ ഷാ സഫർജി താമസിക്കുന്നത്. അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ട് അല്ലേ, ബാദ്ഷായ്ക്ക് പ്രതീക്ഷ ക്യാ ഹൈ ബച്ചോ, ബാദ്ഷാ के मन में शंका हुई है कि घर बेटी को मिले किया नहीं. തൻ്റെ മകൾക്ക് ഈ കത്ത് അയക്കുന്നുണ്ട്, എനിക്കറിയില്ല ഇത് അവളുടെ കയ്യിലെത്തുമോ, കാരണം അവൾ എവിടെയാണ് ജയിലിൽ, ദില്ലിയിലാണ് ജയിലിൽ. അവളുടെ കയ്യിൽ ഈ കത്ത് എത്തുമോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം എന്താ, ഭരോസേക്ക് കൈ വ്യക്തി അബ്ദോക്കെ സാബിതോത്തെ, ഈ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരുപാട് വ്യക്തികൾ ഇപ്പതാ ധോക്കെ ചതിയന്മാരായിട്ടതാ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലേക്കിൻ ബാദ്ഷാക്ക് വിശ്വാസേക്ക് വോ കത്ത് एक पिता द्वारा अपनी बेटी को लिख पाया है, उसमें देश या विदेश के बारे में कोई बात नहीं है. എന്നാൽ ബാദ്ഷയ്ക്ക് വിശ്വാസമുണ്ട്, ഈ കത്ത് തൻ്റെ അച്ഛൻ അല്ലേ, ഏക പിത, ഒരു അച്ഛൻ തൻ്റെ മകൾക്ക് അയച്ച കത്താണ്. അതിൽ ദേശത്തെ സംബന്ധിക്കുന്നോ വിദേശത്തെ സംബന്ധിക്കുന്നോ ഒരു കാര്യം ഞാൻ അതിൽ പറയുന്നില്ല. ആ ഒരു വിശ്വാസം ആരിലുണ്ട്, നമ്മുടെ ബാദ്ഷയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. ഇതാണ് ബേട്ടി കെ നാം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ജവാബി പത്ര. ഇത്രയും ഒരു ബേട്ടി കെ നാം ഒരു ഇത് വന്നല്ലോ അല്ലേ, നമ്മുടെ ക്ലാസ് റൂമിൽ ഓരോ ടീച്ചേഴ്സ് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മെമ്മറിയിൽ വന്നല്ലോ. യെസ്, അപ്പോൾ ഇതാണ് ബേട്ടി കെ നാം. ഇനി മേരെ ഭാരത് വാസികൾ എന്താ പറയുന്നത് മക്കളെ, അതിൽ ജവഹർലാൽ നെഹ്റുജിയുടെ ഭാഷണമാണ്. അതിൽ തന്നെ ഉണ്ട് മേരെ ഭാരത് വാസിയുടെ, ഭാരതീയ ഭാരതത്തിലെ ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതൊരു ഭാഷൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ആരുടെ, ജവഹർലാൽ നെഹ്റുജി കോനെ വെച്ചോ, ആരാണ് ജവഹർലാൽ നെഹ്റുജി? യെസ്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നല്ലേ, ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. ഇതിലെന്താ പറയുന്നത്, കൈ വർഷവും ഭലെ ജോ വചൻ ദിയാ ഹൈ വോ ആജ് രാത് 12 ബജെ സ്വതന്ത്രത കി നയി സുബഹ് കെ സാഥ് നിഭായേഗാ. ഒരുപാട് വർഷം മുന്നേ ഒരു വാക്ക് നൽകിയിരുന്നു, ആജ് രാത് 12 ബജെ, ഇന്ന് രാത്രി 12 മണിക്ക് സ്വതന്ത്രത കി നയി സുബഹ് കെ സാഥ് ഉടേഗാ. ഇന്ന് രാത്രി 12 മണിക്ക് ഇതാ സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിലേക്ക് ഇതാ ഉണരുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അതാ പറയുന്നത്, നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു മഹനീയമായ മുഹൂർത്തത്തിൽ ആ സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യാണ് ആര്, നമ്മൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുജി. ആ ഭാഷണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. इसके साथ साथ वर्षों से शोषित एक देश की आत्मा अपनी बात कर सकती है. ഇതിന് കൂടെ തന്നെ വർഷങ്ങളായി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ദേശത്തിൻ്റെ ആത്മാവ് ഇതാ സ്വന്തം കാര്യം പറയാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. इस पवित्र समय पर हम समर्पण के साथ भारत की ही नहीं सारी मानवता की सेवा करने के लिए ഈ പവിത്രമായ ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഭാരതത്തിന് മാത്രമല്ല ഭാരതയ്ക്ക് സേവ കർണേങ്കിൽ ഭാരതത്തെ സേവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഭാരതത്തെ സേവിക്കണമെന്ന് മാത്രമല്ല സാരി മാനവതാക്കി സേവ കർണേങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും സേവിക്കണമെന്നുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിഹാസ് കെ ആരംഭത്തിലേക്ക് രാജ് തക് ഭാരത് അപ്പനി ഘോഷ് മേ രഹേ ഹേ. ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ അല്ലേ, ആര്, നമ്മുടെ ഭാരതം. इसलिए आज हम दुर्भाग्य के एक युग अंत कर रहे हैं. നമ്മുടെ ഒരു ദുർഭാഗ്യത്തിൻ്റെ ആ ഒരു യുഗമില്ല, ബ്രിട്ടീഷ് യുഗം ഇനിയില്ല, അത് അവസാനിച്ചു. ഭാരതിക്കയിലെ നയ അവസരമൊക്കെ ഗുൽനേക്കായ്ക്ക് കഥം ഹേ. ഭാരതീയർക്ക് എന്താണ് ഇത്, പുതിയ അവസരങ്ങളൊക്കെ തുടങ്ങുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ചുവട് വെയ്പ്പാണ്. ഇസ്സേ ബി ബഡി വിജയ ഉപലബ്ധി ഹമാരെ പ്രതീക്ഷ കർ രഹി ഹൈ. ഹോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനിയൊന്ന് അല്പം ഒന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞിരിക്കരുത്. പുത്തൻ യുഗമാണ്, നമ്മുടെ യുഗമാണ്.
സ്വാതന്ത്ര്യാനന്തര ഭാരതമാണ് അല്ലെ. പുതിയ പ്രതീക്ഷകളുടെയും നേട്ടങ്ങളുടെയും ഇതാ ഒരുപാട് വിജയങ്ങളും മറ്റും നമ്മളെ കാത്തിരിക്കുന്നു. ഇസ്ലിയമേ ഭവിഷ്യമേം വിശ്രം കർണാ നഹീം ചാഹിയെ, വിശ്രമിക്കരുത്. ഹമേം നിരന്തർ പ്രയാസ് കർക്കെ അപ്പനെ പ്രതിജ്ഞ കാ പാലൻ കർണാ ഹേടാ. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്, ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ വേണ്ടി നിങ്ങൾ കയ്യും കെട്ടി എൻ്റെ ലക്ഷ്യം നേടണം എനിക്ക്, എൻ്റെ ലക്ഷ്യം നേടണം എനിക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം നേടിത്തരുവടാ ഇല്ല. എന്ത് ചെയ്യണം? നിങ്ങൾ നിരന്തര പരിശ്രമം കർണാ ചാഹിയെ, നിരന്തരമായി നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാരതീയരോടും ആര് പറയുന്നു? നമ്മുടെ ജവഹർലാൽ നെഹ്റുജി പറയാണ്, നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിചാരിച്ചിട്ട് വിശ്രാം നഹീം കർണാ ചാഹിയെ, നിരന്തർ പ്രയാസ് കർണാ ചാഹിയെ. ഭാരതിക്ക് സേവാ കർത്തി. മക്കളെ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചോളാം. ഭാരതത്തിൻ്റെ സേവന അർത്ഥം എന്താണെന്ന് ചോദിക്കും. ലാഖോം കരോടും പീഡിത ലോകോം കി സേവാ കർണ ഉസ്കാ അർത്ഥ ഹൈ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളൊക്കെ സേവിക്കുക എന്നാണ് അർത്ഥം. ഇസ്കേലിയെ എന്താ വേണ്ടത്? ഗരീബി, അജ്ഞാനത, ദാരിദ്ര്യവും നിരക്ഷരതയും രോഗവും അവസർക്യ സമാനത, എല്ലാവരും തുല്യ നീതി, എല്ലാവർക്കും തുല്യ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? ഹരേക്ക് മനുഷ്യക്ക് ദുഃഖം ഒരു ദർദുക്കോ മിട്ടാനെ, ഓരോ മനുഷ്യൻ്റെയും ദുഃഖവും വേദനയും ഒക്കെ അകറ്റണം. ഇസ്കേലിയ അമ്മേ കഠിന പരിശ്രമം കർണാവുക. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ കഠിനമായി പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ആജ് ഹം കിസി സേ ഭി അലഗ് യാ ദൂർ നഹീ ഹൈ. ഇന്ന് നമ്മൾ എല്ലാറ്റിൽ നിന്നും വേർപെട്ടല്ല ഇരിക്കുന്നത്. ശാന്തി, സ്വതന്ത്രത, സമൃദ്ധി, അവിനാശ് കുച്ച് ഭി അവിഭാജ്യ നഹീ ഹൈ. ശാന്തി, സമാധാനം വേണം, സ്വാതന്ത്ര്യം വേണം, സമൃദ്ധി വേണം, വിനാശ് വേണം, ഇതൊക്കെ അവിഭാജ്യമാണ്. ആജ് ഭാരത് को छोटे छोटे हिस्सों में नहीं बांट नहीं सकते, इसलिए मैं संपूर्ण जनता को चैन से रहने योग्य स्वतंत्र भारत का निर्माण करना है. ഇതേ ഭാരതമൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായി അല്ലെങ്കിൽ ചെറിയ ചെറിയ രാജ്യങ്ങളായി നിങ്ങൾ കണക്കൂട്ടരുത്. ലോകമേ തറവാട്, ലോകം ഒന്നാണ്. ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രയത്നിക്കേണ്ടത് എന്നും ലാസ്റ്റ് പറയുന്നുണ്ട്. ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റുജി പറയുന്നുണ്ടല്ലോ. ഇതാണ് പറയുന്നടാ നെഹ്റുജി പറയാണ്, ഇനി പ്രതീക്ഷകളാണ് അല്ലേ, പുത്തൻ പ്രതീക്ഷകളുടെയും അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഇതാ തുറന്ന് കിട്ടിയിരിക്കുന്നു. കാരണം ബ്രിട്ടീഷ് യുഗം അവസാനിച്ചു. ഇനി എന്താടാ? ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതമാണ്. നമ്മുടെ ഭാരതം നമ്മുടെ കൈക്കുള്ളിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒരു പ്രധാനമന്ത്രി എങ്ങനെ ആയിരിക്കണം അല്ലേ? ആ പ്രധാനമന്ത്രി ആ സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കൂടുതലൊന്നുമില്ല. ഇതിൽ ചോദിക്കാവുന്ന എന്താ പറയുക? സംക്ഷേപണമാണ്. സംക്ഷേപണം നമ്മൾ പരിചയപ്പെട്ടല്ലോ, കഴിഞ്ഞ +1 പരിചയപ്പെട്ടല്ലേ. കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും കേട്ടോ. ലൈവിനെ നമ്മൾ സെറ്റാക്കും. പിന്നെയും പറയാണ്, സെറ്റാക്കി തരും നമ്മൾ കേട്ടാ. എങ്ങനെയാണ് സംക്ഷേപണം എഴുതേണ്ടത് എന്നും ഓരോ ക്വസ്റ്റ്യൻ വൈസായിട്ടും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ സെറ്റാക്കും കേട്ടാ. അടുത്ത സുറിനാമെ പെഹ്ലാദിൽ അടുത്ത ചാപ്റ്ററാണ്. ഹിമാൻഷു ജോഷിജിയുടെ സഫർനാമയാണ്. സഫർനാമ ക്യാ ഹെ ബച്ചോ? സഫർനാമ യാത്രാ വിവരണം. ഹിമാൻഷു ജോഷിജി യാത്ര നടത്താണ് ഇവിടെ സുറിനാമിലോട്ട്. അതിലെന്താ പറയുന്നത്? നമുക്കറിയാം സുറിനാമിലോട്ട്, സുറിനാമയും എന്താണ് സുറിനാമിലോട്ട് പോകുന്നത്? 7വാं വിശ്വ ഹിന്ദി സമ്മേളൻ के लिए भाग लेने के लिए, इसमें भाग लेने के लिए 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം സുറിനാമിൽ വെച്ച് നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂല, എന്താ അവിടെ സുറിനാമിലൊക്കെ നമ്മുടെ വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ अतीत का पड़ा हुआ भूमध्य रेखीय प्रदेशों की गर्मी, घने वन, गहरी हरियाली आदि आज प्रत्यक्ष देख रहे हैं. അതിൽ പറയുന്നുണ്ട് വിമാനത്തിലാണ്, എയറോപ്ലെയിനിലാണ് പോണതല്ലേ. ആര്? നമ്മുടെ ഹിമാൻഷു ജോഷിജി. പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നു, ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം ചൂട് കൂടുതൽ എന്ന്. ഇപ്പോൾ അത് ഞാൻ നേരിട്ട് കാണുന്നു, കൊടും വനങ്ങൾ കാണുന്നു അല്ലേ. ഗർമി, ഗനീവൻ, ഗഹരി ഹരിയാലി, ചൂടും നല്ല കൊടും വനവും നല്ല ഫുൾ പച്ചപ്പ് നിറഞ്ഞതൊക്കെ ദാ ഇവിടെ ഞാനതാ നേരിട്ട് ദർശിക്കുന്നു. വിമാൻ ധർത്തിക്ക് ഓർ ഝുക്കത്തെ സമയ യാത്രയോ കാ കൗതൂഹൽ ബി ബഡ്താ രഹാ. വിമാനതാ ഈ ഭൂമിയിലോട്ട് വയലും ഇങ്ങനെ പോയി ഭൂമിയിലോട്ട് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കൗതൂഹലം, ആ ഒരു കൗതൂഹലം ഇങ്ങനെ വർദ്ധിക്കുന്നു. എത്ര പേരുണ്ടടാ എയ്റോപ്ലെയിനിലൊക്കെ പോയവരോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടാ. മിസ്സൊന്നും പോയിട്ടില്ല കേട്ടാ, മിസ് പോയിട്ടേ ഇല്ല. എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ. ഹിന്ദി ഭാഷ
सूरीनाम में गिरमिट्टी श्रमिक अपने साथ हनुमान चालीसा तथा रामचरितमानस धर्म ग्रंथों के रूप में ले गए हिंदी भाषा को तूफान के बीच दिए की तरह जलाए रखा और आज सालों बाद वह नए वैश्विक रूप में उपस्थित है. ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾ പഠിച്ചു കാണും അല്ലേ, നിങ്ങൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കാണും എന്തുകൊണ്ടാണ് സുറിനാമിൽ വെച്ച് നടക്കാൻ കാരണം ഇവിടെ നിന്ന് കുടിയേറി പാർത്തവരുണ്ട്. 120 വർഷം മുന്നേ ഇവിടെ നിന്ന് കുടിയേറി പാർത്തവരുണ്ട്. അവർ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. ആ സമയത്ത് ഇവർ ഒരു ഹനുമാൻ ചാലിസ്യം രാമചരിതമാനസമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. അതിപ്പോഴും അവർ അത്രയും എന്താ പറയുക, എത്ര തുഫാൻ എത്ര കൊടുങ്കാറ്റ് വന്നാലും കെടാത്ത, അല്ലെങ്കിൽ എത്ര കെടാത്ത രീതിയിൽ ഒരു കെടാവിളക്ക് പോലെ സൂക്ഷിച്ചു വെച്ചു, അത്രയും സൂക്ഷിച്ചു വെച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്നിത് അതിനൊരു ആഗോള രൂപം കൈവന്നിരിക്കുന്നു. अब हिंदी शासकों एवं രാഷ്ട്രാധ്യക്ഷോं की भी ഭാഷ बन गई है. ഇന്ന് ഭരണകർത്താക്കളുടെയും അതേപോലെ രാഷ്ട്രാധ്യക്ഷന്മാരുടെയും ഭാഷയായി മാറിയിരിക്കുന്നു നമ്മുടെ ഹിന്ദി. संसार के 120 देशों में अब हिंदी की उपस्थिति है. ഇന്ന് 120 ദേശങ്ങളിൽ ഹിന്ദി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 120 ദേശങ്ങളിൽ മക്കളെ ഹിന്ദി എന്ന് പറയുന്നത് നിങ്ങൾ ചെറുതായി കാണണ്ട. ഹിന്ദി എടുത്തവരിൽ നിങ്ങൾ കളിയാക്കപ്പെട്ടവരുണ്ടോ? ഒരുപാട് പേര് കളിയാക്കല്ലേ, ബംഗാളികളുടെ ഭാഷയാണെന്നുള്ളത്. ഇവിടെ ബംഗാളിയുടെ ഭാഷ ഹിന്ദിയാണോടോ? ആദ്യം നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ തക്കതായ മറുപടി പറയുക. അവർ കളിയാക്കും അല്ലേ. ഇന്ന് ഹിന്ദി 120 ദേശങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നല്ല പ്രൗഡായിട്ട് തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറഞ്ഞോളൂ അല്ലേ. ഇനി ഹിന്ദി മഹാപർവയ്ക്ക് സാത്വി യാത്ര പറഞ്ഞു. ഹിന്ദി മഹാസമ്മേളനത്തിന് വേണ്ടിയുള്ള സാത്വി യാത്ര 7ാമത്തെ യാത്രയാണ്. വിശ്വ ഹിന്ദി सम्मेलनों की तरह यह 7वीं यात्रा हिंदी महापर्व 130 साल पहले आए प्रथम भारत श्रमिक की स्मृति में आयोजित है. ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ മക്കളെ? വിശ്വ ഹിന്ദി സമ്മേളനം എന്തുകൊണ്ടാണ് 7ാമത്തെ യാത്ര? ഹിന്ദി മഹാപർവ്, ഹിന്ദി മഹാസമ്മേളനം. ഈ 130 വർഷം മുന്നേ ഇവിടുന്ന് എങ്ങോട്ട് പോയവർ, ഇന്ത്യയിൽ പ്രഥം ഭാരതീയ, അവിടെ പോയ ആദ്യത്തെ ഭാരതീയൻ്റെ ഒരു ശ്രമിക്കിൻ്റെ ആ ഒരു ലേബറിൻ്റെ ഒരു തൊഴിലാളിയുടെ സ്മൃതിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ വെച്ച് നടക്കുന്നത്. എവിടെ വെച്ചിട്ട്? സുറിനാമിൽ വെച്ചത് പ്ലാൻ ചെയ്തത്. ആ സമ്മേളനത്തിൽ ആരൊക്കെ ഉണ്ടടാ? ഹിന്ദി ലേഖകന്മാരുണ്ട്, പ്രചാരകരുണ്ട്, പ്രാധ്യാപകരുണ്ട്, സേവിയൻ്റെ എല്ലാവരും ഉണ്ട്, സാഹിത്യകാരന്മാർ, ഹിന്ദി പഠിപ്പിക്കുന്നവർ, അതേപോലെ ഹിന്ദി ലെക്ചറർമാർ, ഹിന്ദി സേവി, ട്രാൻസ്ലേറ്റേഴ്സ്, ഒരുപാട് പേര് അതിൽ ഭാഗ് ലേത്തെ, അവർ പങ്കെടുക്കുന്നുണ്ട്. സർവത്ര ഭാരതീയ ഹി ഭാരതീയ ദിഖ്റേനേക്ക് കാരണേക്ക് ഭാരതീയ ചോർ ജൈസ പ്രതീത് ഹോത്തെ ഹെ. എവിടെ നോക്കിയാലും ഭാരതീയരെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഭാരതത്തിൽ വെച്ച് നടക്കുകയാണോ ഈ സമ്മേളനം എന്ന് തോന്നിപ്പോവും എന്നാണ് പറയുന്നത്. ഇനി സുറിനാമി ഹിന്ദി എന്താണടാ? 6 जून को सम्मेलन का शुभारंभ करते हुए सुरिनाम के राष्ट्रपति ने अपने उद्बोधन में हिंदी भाषा के प्रचार प्रसार के बारे में कहा. ജൂൺ 6-ാം തീയതിയാണ്, ജൂൺ 6 to 9 ആണ് എന്ത് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ജൂൺ 6-ാം തീയതി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരാണ്? അവിടുത്തെ സുറിനാമിലെ രാഷ്ട്രപതി ആയിട്ടുള്ള അതിൽ പറയുന്നുണ്ട്, റൊണാൾഡോ വെനീഷ്യം പറയുന്നുണ്ട് അല്ലേ. അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അതിൽ ഹിന്ദി ഫിലിമും സംഗീതും और चलचित्र के प्रति सुरिनामी लोगों का भी गहरा लगाव है. ഹിന്ദി ഫിലിംസ്, അതുപോലെ സംഗീത്, ഹിന്ദി സോങ്സ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഹിന്ദി ഫിലിംസ് ആർക്കാ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഹിന്ദി ഫിലിമും ഹിന്ദി സോങ്സ് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടാ. എന്ത് രസമല്ലേ ഹിന്ദി സോങ് അല്ലേ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ. ബാക്കി മിസ്സിന് അറിയില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയും ആ ചലച്ചിത്രം സംഗീതത്തിനൊക്കെ പ്രതി സുറിനാമി ലോകം അത്രയും അടുപ്പാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ സുറിനാമി പഹ്ലാദിൻ എന്ന് പറഞ്ഞിട്ടുള്ള സഫർനാമ യാത്രാ വിവരണം. ആരുടെ? ഹിമാൻഷു ജോഷിയുടെ. മക്കളെ, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എവിടെ? നമ്മുടെ ലൈവിൽ. ഇപ്പം എന്താണെടാ, നമ്മുടെ ചാപ്റ്റേഴ്സിന് എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ മേരേ ലാൽ സൂർദാസ്ജിയുടെ പദാണടാ അല്ലേ. സുതുമുദ് ദേക്കി ജസോദ ഫൂലി ഹർഷിത ദേക്കി ദൂദിക്കി ദന്തിയാം പ്രേമ മകന് തനൂക്കി സുതിബൂലി അല്ലേ. അതേപോലെ നമ്മുടെ മേരേ ലാലും ഹേ ഖാനും എന്ന് പറഞ്ഞിട്ട് 2
പാട്ടിൻ്റെ പതിൻ്റെ ഭാവാർത്ഥം കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? മേരിലാലിൻ്റെ ഭാവാർത്ഥം അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഇത്ര ഇതിൽ പറയുന്നില്ലടാ. നമുക്കറിയാടാ, ഒരു അമ്മയ്ക്ക് ഒരു കുട്ടീനോടുള്ള, ഒരു കുഞ്ഞു മക്കളോട്, അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ എന്നല്ല, അമ്മയ്ക്ക് എപ്പോഴും മക്കളോട് സ്നേഹമാണ്. ആ ഒരു വാവേനോടുള്ള ഒരു സ്നേഹവും വാത്സല്യം, അവരുടെ താലോലിക്കണമെന്ന് ആലോചിച്ച് നോക്കി ആ കാര്യങ്ങൾ അവിടെ പറയുന്നുള്ളൂ. യശോദ അമ്മയ്ക്ക് ആരോട്? തൻ്റെ മകനായ കൃഷ്ണനോടുള്ള ആ ഒരു സ്നേഹവും അതിൻ്റെ സൗന്ദര്യത്തിൽ മതിമറക്കുന്നതും തൻ്റെ ഭർത്താവിന് വന്ന ആ സൗന്ദര്യത്തെ കാണിക്കുന്നതൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. വാത്സല്യ രസ് കാ സമ്രാട്ട് ഹേ സൂർദാസ്. ആദ്യം എന്ത് പറയണം? സൂർദാസിനെ കുറിച്ച് പറയണ്ടേ? സൂർദാസിനെ മറക്കൂ നമ്മൾ? ഇല്ല. കൃഷ്ണഭക്ത കവി, കൃഷ്ണഭക്തനായിട്ടുള്ള കവിയായിരുന്നു സൂർദാസ്. കൃഷ്ണയ്ക്ക് പ്രതി മാത യശോദ കാ വാത്സല്യ ഭരേക്ക് പദ് ഹേ മേരേ ലാൽ. കൃഷ്ണനോടുള്ള ആ ഒരു അമ്മയുടെ ആ ഒരു വാത്സല്യം തുളുമ്പുന്ന ആ ഒരു പദമാണ് എന്ത്? മേരേ ലാൽ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കിയേ. അപ്പനെ ബേട്ടെ കാ സുന്ദർ ചെഹ്റാ ദേക്കർ മാതാ യശോദ ഖുശ് ഹോ ഗയി. തൻ്റെ മകൻ്റെ സുന്ദരമായ മുഖം കണ്ടിട്ട് തൻ്റെ അമ്മ എന്ത് ചെയ്യണം? യശോദ സന്തോഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പനെ ബേട്ടേക്ക് മോഹമേ നേ നേ ദാന്തോ കോ ദേക്കർ വ അപ്പനെ ആപ്കോ ഭൂൽ ജാതി. തൻ്റെ കുട്ടികളുടെ പല്ലിലിടെ, പല്ലുകളിലിട, കുഞ്ഞു കുഞ്ഞു പല്ലുകളിലിട, അവരുടെ ചിരിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം? സ്വയം മതിമറക്കുകയാണ്. സ്വയം അപ്പനെ നമ്മൾ സ്വയം മറന്നു പോകാന്ന് പറയില്ലേ? യെസ്. ഓ ബാഹർസ്. എന്നിട്ടോ ബാഹർസെ അപ്പനെ പതി നന്ദുക്കോ ബുലാക്കർ, ഹേ വന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭർത്താവിനെ വന്ന് വിളിച്ച് കാണിക്കുകയാണ് മകൻ്റെ ആ ഒരു സൗന്ദര്യം, പല്ലുകളൊക്കെ. സുന്ദർ ദൃശ്യം ദേഖനേക്കോ ഖാത്തി ഹേ. നോക്കൂ, ആ സുന്ദര ദൃശ്യം ഒന്ന് നോക്കൂ എന്നൊന്ന് പറയുന്നുണ്ട്. സുൻകർ നന്ദ് അന്തരായേ और ये दृश्य देखकर खुश हो गए. ഇത് കണ്ടിട്ട് വേഗം നന്ദഗോപര് ഉള്ളിലേക്ക് വന്ന് ഈ ദൃശ്യം കാണുകയാണ്. कृष्ण के मुंह में छोटे छोटे दांतों को देखने पर सबको नयन सुख प्राप्त हो जाता है. ഈ സുന്ദരമായ പല്ലുകൾ കണ്ടിട്ട് നയനം, ആ കണ്ണുകളൊക്കെ എന്താന്ന് സുഖപ്രാപ്തമാണ് ചെയ്യുന്നത്. സൂർദാസ് എന്താ പറയുന്നത്? സുദാസ് कहते हैं किलकारी करने वाले कृष्ण के दांतों को देखकर मानो कमल पर बिजली जमाता है. സൂർദാസ് പറയാണ്, കൃഷ്ണൻ്റെ സൗന്ദര്യമില്ലേ, എങ്ങനെയാണോ ഒരു നല്ല ചുവന്ന താമരയിൽ മിന്നൽപ്പിണർ ഏൽക്കുന്നത്, നല്ല കൃഷ്ണൻ്റെ മുഖം ചുവന്ന താമരയിലും ആ ഒരു മിന്നൽപ്പിണർ ഏൽക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ, ആ ചിരി അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? ബാലകൃഷ്ണക്ക് ആ സൗന്ദര്യ അനുപം ഹേ. എത്രയേ പറയുന്നുള്ളൂ, ഉദ്ദേശിക്കുന്നു ബാലകൃഷ്ണൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അനുപമമാണ് എന്നാണ് നമ്മുടെ സൂർദാസ്ജി പറയുന്നത്. അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. സിമ്പിളായിട്ട് എഴുതാം. നിങ്ങൾ ആ വ്രജുഭാഷ, അതായത് ഇതിൽ യൂസ് ചെയ്ത ഭാഷ ഘടി പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ഹിന്ദി അല്ല അല്ലേ, വ്രജുഭാഷയാണ്. അവരുടെ ഏത് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്? ഹിന്ദി തന്നെയാണ്, പക്ഷേ ഓരോ ശൈലികളെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഭാഷയിലാണ് സൂർദാസിൽ എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ മനസ്സിലാവില്ല. അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് മറ്റേ പദമല്ല, അത് നിങ്ങൾ പദം ഏത് പദമാണ് മനസ്സിലാക്കുക. ഇത് നമ്മളെ ഹേ കാനല്ല, അല്ലെങ്കിൽ ഇത് നമ്മളെ മേരേ ലാലല്ലേ, അത് മനസ്സിലാക്കുക, അതങ്ങ് എഴുതി വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഹേ കാനൽ എന്താ പറയുന്നത്? വാത്സല്യ രസ് കെ സമ്രാട്ട് ഹേ സൂർദാസ് വേ കൃഷ്ണ ഭക്ത കവി ഹേ. ഹേ കാന നാമക് പദ് മേ കൃഷ്ണ കെ പ്രതി പ്രണയാതുർ ഗോപികാവും കാ ചിത്रण हुआ है. അതായത് ഇതിൽ പറയുന്നത് കൃഷ്ണ ഭക്തകവിയാണ്. ഹേ ഖാൻ, ഏ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പതില് ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള പ്രണയാതുർ, അത്രയും സ്നേഹത്തിൻ്റെയൊക്കെ ആ ഒരു ദൃശ്യമാണ് കാണിക്കുന്നത്. എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് ജബഹീബൻ മുരളീ ശ്രവണ് അല്ലേ, ജബഹീബൻ മുരളീ ശ്രവണ് गोपिकाएं मिले वन में जो मुरली के स्वर सुनाई पड़े. എപ്പോഴാണോ ഓടക്കുഴൽ നാദം കേൾക്കുന്നത്, തബ് ഗോപികായം ചക്കിത് ഹുയി. ഗോപികമാര് എന്താണ്? അത്ഭുതപ്പെടുകയാണ്. സബ് അപ്നെ കാം കാജ് ഭൂൽ ഗയി ഹൈ. സ്വയം എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ മറന്നു പോകുന്നു. കുൽക്കി മര്യാദ ധർമ്മഗ്രന്ഥവും അനുശാസൻ സേവേ ബിൽക്കുൽ നഹീ ഡരി. ഒരു കുലത്തിൻ്റെ മര്യാദകളുണ്ട്, ഓർഡേഴ്സ് ഉണ്ട്. ഓരോ ഓരോ മതങ്ങളും അനുശാസിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മറന്നു പോവാണ്. പുത്രന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഇവരുടെയൊക്കെ സ്നേഹം മറന്നു പോവാണ്. ഗർഭർത്ഥത ലോകലാജിക്ക് പർവാക്കിയ ബിന. വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്, നാട്ടുകാരുടെ ഒന്നും അവർക്ക് ഒന്നും വേണ്ട. അവർക്ക് ആരെ മതി? കൃഷ്ണനെ മതി. ഓ കൃഷ്ണരൂപി സാഗർമേ നദിയോ കെ ജൽ കെ സമാൻ ജമിലി. അതായത് കൃഷ്ണനാകുന്ന സമുദ്രത്തില് അല്ലെ, നദികളാകുന്ന ഈ ഗോപികമാരെന്ത് ചെയ്യുന്നു?
ചേരുകയാണ് ചെയ്യുന്നത്. കാരണം കൃഷ്ണൻ്റെ ആ ഒരു അതാ പറയുന്നത്, കൃഷ്ണൻ്റെ ആ ഒരു ഓടക്കുഴൽ നാദവും ഒക്കെ കേട്ടിട്ട് സൂർദാസ് എന്താ പറയുന്നത്, ചതുര കൃഷ്ണ നിത്യനയ തരീക്കോം സെ ഗോപികാओं मन को हर लेते हैं. ആ സൂത്രശാലിയായിട്ടുള്ള കൃഷ്ണല്ലേ നിത്യേന എന്താ ഓരോ രീതികളിലൂടെ ഗോപികമാരുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ ഹേക്കാൻ എന്ന് പറഞ്ഞത്? കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്. അടുത്ത ദോസ്തി, ലാസ്റ്റ് ചാപ്റ്റർ ആണല്ലേ നമ്മുടെ. ദോസ്തിയിൽ എന്താ പറയുന്നത്, ഹേ ദോസ്തി ഹം നഹീ തോടെങ്കേ തോടെങ്കേ ദം മകർ തേര സാത്ത് നാ ചോടെങ്കേ. പാടാനൊന്നും അറിയില്ല കേട്ടോ മക്കളെ, എന്നാലും ശ്രമിക്കുകയാണ്. ഓക്കെ, ആനന്ദ് ബക്ഷിയുടെ ഫിലിമി ഗീതാണ് അല്ലേ, ഒരു ഫിലിം സോങ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിലെന്താണ് പറയുന്നത് ഫിലിമി ഗീതിൽ? ഇതിന് ആസ്വാദനം കൂടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ, ഭാരതിക്ക് സർവകാലിക് സുന്ദർ ഫിലിം ഹേ ഷോലെ. ഷോലെ മൂവിത്തെ ഗീതാണത്. സർവകാല എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള ഫിലിമായിട്ടുള്ള ഷോലെ മൂവിയിലെ ഒരു പാട്ടാണിത്. ഈ ഫിലിമിലെ പ്രസിദ്ധ ഗീതാണ് ദോസ്തി. ഇസ്കെ രചനാക്കാർ ആനന്ദ് ബക്ഷി ഹേ. ഇതിൻ്റെ രചനാക്കാരാണടാ ആനന്ദ് ബക്ഷിജിയാണ്. ഇതിൻ്റെ ഈ സംഗീതകാർ, അതായത് ഇതിന് മ്യൂസിക് ഡയറക്ടർ ആരാണടാ, R.T. ബർമനാണ്. ഇതിലെ ഗായകൻ ആരൊക്കെയാണ് ഇതിൽ പാടിയത്? കിഷോർ കുമാറും മന്നാടയും കൂടിയാണ് ഇത് ചേർന്ന് പാടിയിട്ടുള്ളത്. മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. കവി എന്തായാലും പറയുന്നത്, മൃത്യു കെ സാമനെ ബി ദോസ്തി കാ വിജയ ഹോത്തി. മക്കളെ, നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങൾ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് എന്ത് കാര്യങ്ങളും പറയാം. വെറും ഒരു സുഖത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു സന്തോഷം വരുമ്പോൾ മാത്രം കൂടെ നിൽക്കുന്നവനല്ല ഒരു യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങളെ ദുഃഖത്തിലും വേണം. നിങ്ങളുടെ എന്തൊരു പ്രതിസന്ധി വന്നാലും അതിൽ നിങ്ങളെ കൂടെ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റിലേക്ക് പോയാൽ അതിൽ നിന്ന് മോചിപ്പിക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത്. അല്ലെങ്കിൽ തെറ്റ് കണ്ട അവൻ തെറ്റിലേക്ക് പോയാൽ ഞാനും കൂടെ പോട്ടെ, അല്ലെങ്കിൽ അവൻ തെറ്റല്ല എന്നാൽ ഞാനും കുറച്ച് പറഞ്ഞു കൊടുത്തൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ആ തെറ്റൊന്ന് കൂട്ടിക്കോട്ടവൻ പറയാം, അവനാണോ യഥാർത്ഥ ഫ്രണ്ട്? അല്ല. അങ്ങനെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യടാ. ओके, ഇനി दोस्तों का सुख दुख विजय पराजय सब दोनों के लिए समान है. ഇനി കൂട്ടുകാരുടെ സുഖദുഃഖങ്ങൾ, ജയവിജയ പരാജയങ്ങൾ എല്ലാം എന്താണ്? രണ്ടും സമാനമാണ്. സച്ചേ ദോസ്ത് ഏക് ദൂസരെ കെ ലിയെ മർ ജാനെ കോ ഭീ തയ്യാർ ഹോ ജാത്തെ ഹേ. യഥാർത്ഥ സുഹൃത്ത് മറ്റു സുഹൃത്തിന് മരിക്കാൻ വരെ തയ്യാറാവും എന്നാണ് പറയുന്നത്. ദേഖ്നെ മേ വേ ദോ ഹേ മഗർ ദിൽ സേ ഏക് ഹി ഹേ. കാണുമ്പോൾ അവർ രണ്ടുപേരല്ലേ, പക്ഷെ അവർ രണ്ടല്ല, അവരെന്താണ്? ഒന്നാണ്. ജീവൻ പറയെ സാഹി രേഖ, ജീവിതത്തിലുടനീളം അങ്ങനെ തന്നെ ആയിരിക്കും. സച്ചേ ദോസ്ത് ആപസ് മേ വചൻ ദേതെ ഹേ കി ജീത് ഹോ യാ ഹാർ കഭീ ഭീ ദോസ്ത് നെഹീ ചോഡേംഗെ. ഇനി യഥാർത്ഥ സുഹൃത്തുക്കൾ എന്താണ്? വാക്ക് നൽകുകയാണ്. ഇനി ജയ ആയിക്കോട്ടെ പരാജയം ആയിക്കോട്ടെ ഒരിക്കലും എന്താണ്? ദോസ്തി കഭി നെഹീ ചോഡേ. ദോസ്തിനെ ഒരിക്കലും കൈവിടില്ല. दोस्ती को बनाए रखने के लिए दोस्त संसार की दुश्मनी मोल लेने के लिए भी तैयार हो जाते हैं. ഇനി തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ആരുടെ ശത്രുത വെച്ച് പുലർത്തണം, അതിനു വേണ്ടിയും ഒരു യഥാർത്ഥ സുഹൃത്ത് തയ്യാറാവും. साथ साथ ഖാ പീക്കർ സാത്ത് ജി മർക്കർ ജിന്ദഗി ഭർ വേ ദോസ്തി നിഭാത്തെ ഹേ. ഒപ്പം നമ്മൾ എന്താ പറയുക, ഒരുമിച്ചിരുന്ന് ഉണ്ടിട്ടും ഒരേ പായലുറങ്ങി അല്ലേ, ഒരുമിച്ചിരുന്നുണ്ടെന്നൊക്കെ ഒരു ചൊല്ലില്ലട, അതേപോലെ അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജിന്ദഗി ജീവിതത്തിലൂടെ നീളമേ ദോസ്തി സുഹൃത്ത് ബന്ധം നിഭാത്തെ. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടടാ LKG മുതൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടടാ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇനി സബ്സെ പവിത്ര ദോസ്തി കാ ഉത്തം നമൂന ഹേ ഗീത്. യഥാർത്ഥ സൗഹൃദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഗീത്. ബഹുത് സുന്ദർ ഫിലിമി ഗീത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഫിലിമി ഗീതാണ്. ഫിലിമി ഗീതോക്ക് സഭി വിശേഷത ഇസ്മേ ഹേ. എന്തൊക്കെയാണോ ഫിലിം സോങ്ങിന് വേണ്ട യഥാർത്ഥ സഭ ഇതൊക്കെ ഇതിലുണ്ട്. ഗീതയ്ക്ക് മാധുര്യക്ക് കാരണം ഗായക और സംഗീതകാരനെ अपनी പ്രതിഭ का സുന്ദർ പ്രദർശൻ കിയാ ഹേ. എന്തൊക്കെ ഗീതിൻ്റെ മാധുര്യവും ഗായകൻ്റെ സംഗീതം എല്ലാം കാരണം സുന്ദരമായിട്ട് തന്നെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, അത് രചിച്ച ആളായിക്കോട്ടെ, പാടിയവരായിക്കോട്ടെ, എല്ലാവരും അവരുടെ കഴിവ് ആ മേഖലയിൽ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ.
ഇനി ഇതും ചോദിക്കണം, ഇതിൻ്റെ എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ദോസ്തി ഗീത് കെ ആധാർ पर ദോസ്തി വിഷയ पर टिप्पणी, അതായത് ഈ ഗീതിൻ്റെ ആധാരത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദോസ്തി സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അതിനെ ടിപ്പണി തയ്യാറാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ദോസ്തി ജീവൻ കെ അമൂല്യ സമ്പത്തി ഹെ. ദോസ്തി സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിന് അമൂല്യ സമ്പത്താണ്. സച്ചാ ദോസ്തേക്ക് മാർഗദർശക, ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗൈഡാണ്, നമ്മളൊരു വഴികാട്ടിയാണ് കേട്ടാ. ഓ സഹി കാം കന്നേക്കിലെ പ്രേരിക്കുന്ന, അതും പറഞ്ഞല്ലേ, സത്യം എന്താണ്, സഹി കാം യഥാർത്ഥ ജോലി ചെയ്യുന്നവൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സച്ചാ ദോസ്ത് സുഖ ദുഃഖമേ ഹാർ ജിത്തും ഹമാരെ സാഥ് ഹോംഗെ. യഥാർത്ഥ സുഹൃത്ത് നമ്മളെ ജയപരാജയങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. ദോസ്താന ജീവൻ കോ രോമാഞ്ചകാരി ബനാത്ത ഹെ. സൗഹൃദം നമ്മൾ എന്ത് ചെയ്യുന്നു, രോമാഞ്ചകാരിയാക്കും. ദോസ്തി ജീവൻ കെ ലിയെ ജറൂരി ഹോത്തി ഹെ. സൗഹൃദം ജീവൻ അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ആജിക്ക് ദുനിയാമേ സച്ചേ ദോസ്ത് മിൽന മുഷ്കിൽ ഹെ. ഇന്നത്തെ ലോകത്ത് ഒരു യഥാർത്ഥ സുഹൃത്തിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അഗർ കിസി കെ പാസ് സച്ചേ ദോസ്ത് ഹെ ഭാഗ്യശാലി. അതിന് നേരത്തെ പറഞ്ഞു, ആരുടെ അടുത്താണ് നല്ലൊരു സുഹൃത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയുന്നത്, അവൻ ലക്കിയസ്റ്റ് പേഴ്സൺ ആണ്, ഭാഗ്യശാലിയാണ്. ദോസ്തി പ്യാർ കാ ദൂസറ രൂപ, സ്നേഹം അതിൻ്റെ ഒരു വേറെ രൂപം തന്നെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ, മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോസ്തി എന്നുള്ള ചാപ്റ്റർ വരെ. മക്കളെ, പാരിഭാഷിക് ശബ്ദാവലി ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അതാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്, അറിയാലോ. പാരിഭാഷിക് ശബ്ദാവലി ഇത്രയും കാര്യങ്ങളും മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ആക്സലറേഷൻ, ത്വരൻ, അഡ്വാൻസ് നമ്മൾ +1 കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് പുറമെ എൻ്റെ മക്കളെ ഇതും മനസ്സിലാക്കുക, ഇതൊരു 8 മാർക്കിന് പാരിഭാഷിക ശബ്ദാവലി എന്ത് ചെയ്യാൻ, സഹി മിലാൻ കന്നേക്കിലി പൂച്ച ജാത്തേ ഹെ. കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ 8 മാർക്കുണ്ട്, അറിയാലോ. ഇത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി, കൂടുതലൊന്നും വേണ്ട. അത് മാത്രം എൻ്റെ മക്കൾ പഠിച്ചു വെച്ച് പോവാ, ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. അത് നോക്കി പോവുക നിങ്ങൾ കേട്ടാ. അപ്പം ഇത്രയും കാര്യങ്ങളായാൽ നമ്മുടെ +2 ഓണം ചാപ്റ്റേഴ്സ് ഇതാ ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് അറിയാലോ, മാതൃഭൂമി മറക്കുമോ, കവിത നോക്കി പോകണം, ആസ്വാദന ടിപ്പണി ഉണ്ടായിരിക്കും കേട്ടാ. കാര്യങ്ങളൊക്കെ പറയൂട്ടോ നമ്മൾ, പിന്നെയും പറയും നമ്മൾ ഏതൊക്കെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇന്നൊക്കെ ക്വസ്റ്റ്യൻ വരും, ഇന്നൊക്കെയാണ് അതിൻ്റെ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ ലൈവിനെ നമ്മൾ സെറ്റാക്കും, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻ്റെ മക്കൾ ലൈവ് ഒന്നും കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെയും പറയാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മൾ ലൈവിന് സെറ്റാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ സെറ്റാക്കി മാറ്റും. നിങ്ങൾ 80ൽ 80 മാർക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് മേടിക്കാനുള്ളത് എല്ലാതും. ഓക്കെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ എപ്പോഴും എജു പോയിട്ടുണ്ടടാ, അതേപോലെ ഞാനുണ്ട്, ഹരിതാംസുണ്ട് കേട്ടാ. പിന്നെ എല്ലാ മക്കളും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ. ഇനിയും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മക്കളെ എഴുതി അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ നമ്മൾ ലൈവിനത് അതിൻ്റെ കമൻറ്റിൻ്റെ ഒക്കെ നിങ്ങൾ എന്തൊക്കെ ഓരോ കാര്യം, ഓരോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് വിടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ധന്യവാദ് ബച്ചോ.